ഹായ് ഗെയ്സ്, അപ്പോൾ പെരുന്നാളായിട്ട് എവിടേക്കും പോയില്ലേ? ഇനി അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞെല്ലാം ഫ്രീ ആയി. അപ്പോൾ നമുക്ക് എവിടേക്കൊക്കെ പോയാച്ചു. ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നമ്മളെ ഫോഗി മൗണ്ട് ഉണ്ടല്ലോ, കക്കാടം പോയില്ല, അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജ് തന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 750 ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ്. ഇപ്പോൾ അത് വെട്ടി ചുരുക്കിയിട്ട് 450 ആയിന്. പെർ ഹെഡ് 450 ആകുമ്പോൾ പിന്നെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. അപ്പം അല്ലാത്തവർക്ക് ഭയങ്കര നഷ്ടമാണ്. അഡ്വഞ്ചറിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ഇല്ലവർക്കാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ 450 റുപ്യക്ക് മുതലാവും. അല്ലാത്തവർക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നമുക്കും ഭയങ്കര നഷ്ടമായി. അപ്പോൾ നമ്മളങ്ങനെ അഡ്വഞ്ചറിലൊന്നും കയറാനൊരു ധൈര്യം ഒക്കെ ഒരു പേടിയൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ അതിലൊന്നും കയറിയില്ല. അപ്പോൾ നമുക്ക് നമ്മളെ അപേക്ഷിച്ചൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ 450 റുപ്യ രണ്ടാൾക്ക് 900 റുപ്യ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര നഷ്ടമാകുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ. കാരണം ഭയങ്കര കുട്ടികൾക്കുള്ള പാർക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കരമായിട്ട് അഡ്വഞ്ചറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അഡ്വഞ്ചർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാകും. അപ്പം അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അഡ്വഞ്ചർ യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളി സ്ഥലമാണ്. അപ്പം അടിപൊളി വെറൈറ്റി അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അല്ലാത്തവർക്ക് ഇത് ഭയങ്കര നഷ്ടമാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വൈകുന്നേരം ആയതല്ലേ, നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ കോടമഞ്ഞൊന്നും ഇല്ല കേട്ടോ, അവിടെയൊക്കെ തള്ളണം. അപ്പോൾ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എവിടേക്കൊക്കെ പോകാൻ വിചാരിച്ചാൽ അങ്ങനെ പോയതാണ്. അപ്പോൾ കാരണം റീൽസ് തള്ളിട അത്ര യൂട്യൂബേഴ്സ് തള്ളിട അത്ര മെച്ചൊന്നുമില്ല.